ഇടതുപക്ഷത്തിൻ്റെ സുധാകരൻ സാറ് ഇന്നലെ ഒരു പ്രഖ്യാപനം നടത്തിയിരുന്നു. സ്വതന്ത്രനായിട്ട് മത്സരിക്കും ആലപ്പുഴയില എന്നുള്ളത്. ഞാൻ രാഷ്ട്രീയം നോക്കുന്നത് ഈ രീതിയിലാണ്. കാരണം എന്താണ്, പഴയ കാലങ്ങളിലെ ഇടതുപക്ഷ സർക്കാരിൽ ഇടതുപക്ഷത്തിനോട് ചായ്ഞ്ഞു വന്നിരുന്ന ആൾക്കാർ കൂടുതലും രാഷ്ട്രീയം അടിത്തട്ട് മുതൽ വർക്ക് ചെയ്തിട്ട് മുകളിലോട്ട് വന്ന ആൾക്കാരാണ്. എങ്ങനെയാണെന്ന് വിചാരിച്ചാൽ, സാധാരണ ഒരു കല്യാണ വീടുകളിലോ ഒരു മരണ വീടുകളിലോ അല്ലെങ്കിൽ നാട്ടിൻപുറങ്ങളിലുള്ള എന്ത് പ്രശ്നങ്ങൾ വന്നാലും അതിലെല്ലാം ഇടപെട്ടുകൊണ്ടിരിക്കുന്ന ഒരു വിഭാഗം ചെറുപ്പക്കാരുണ്ടായിരുന്നു. ആ വിഭാഗം ചെറുപ്പക്കാരിൽ ഭൂരിപക്ഷം ആൾക്കാരും ഒന്നില്ലെങ്കിൽ SFIയോ അല്ലെങ്കിൽ ക്രമേണ ഇടതുപക്ഷത്തിന് സപ്പോർട്ട് ചെയ്ത ആൾക്കാരായിട്ട് മാറിയിട്ടാണ് വരിക. കാരണം സമൂഹത്തിൽ ജനങ്ങൾക്ക് വേണ്ടി വളരെയധികം പരിശ്രമിച്ച് അവർക്ക് പാർട്ടിയിൽ മെമ്പർഷിപ്പ് പോലും കിട്ടിയിരുന്നത്. ആ കാലഘട്ടങ്ങളിൽ ഉണ്ടായിരുന്ന ആൾക്കാരുകൾ മിക്കവാറും രാഷ്ട്രീയ ഭേദമന്യേ ഒരു സോഷ്യലിസ്റ്റ് ചിന്താഗതിയുള്ള ആൾക്കാരായിരുന്നു. എല്ലാവരുടെ മനസ്സിലും പാവങ്ങളെ സഹായിക്കണം എന്നുള്ളതും പാവങ്ങളെ ഉയർത്തിക്കൊണ്ടുവരണം എന്നുള്ളതും പരസഹായം ചെയ്യണം എന്നുള്ളതും രാഷ്ട്രീയ ഭേദമന്യേ എല്ലാവരും ചിന്തിച്ചിരുന്നു. അതിൽ കൂടുതൽ ചിന്തിച്ചിരുന്ന ആൾക്കാർ ഇടതുപക്ഷത്തിനോട് ചായ്വുള്ള ആൾക്കാരായിരുന്നു. ആ ഒരു കൾച്ചറിൽ നിന്നും ഒരുപാട് മാറ്റങ്ങൾ ഇന്നത്തെ ഇടതുപക്ഷ സർക്കാരിലും അവരുടെ പെരുമാറ്റത്തിലും വന്നു. ഈ വന്നത് പഴയ കാലത്തുള്ള രാഷ്ട്രീയ നേതാക്കൾക്ക് അത് ഉൾക്കൊള്ളാൻ പറ്റാത്തൊരവസ്ഥ വന്നു. ഈ രാഷ്ട്രീയത്തിന് വേണ്ടി, ഇടതുപക്ഷ രാഷ്ട്രീയത്തിന് വേണ്ടി വർഷങ്ങളോളം കഷ്ടപ്പെട്ട് അതിൻ്റെ എല്ലാ നന്മയ്ക്ക് വേണ്ടിയിട്ടും പ്രവർത്തിച്ചിരുന്ന ആൾക്കാർ ഒരു തെറ്റുപോലും ചെയ്യാതെ രാഷ്ട്രീയം മാത്രം, ജനങ്ങളുടെക്കുള്ള സഹായവും ജനങ്ങൾക്കുള്ള പുരോഗമനം മാത്രം നോക്കിയിരുന്ന രാഷ്ട്രീയത്തിൽ നിന്നും സ്വന്തം കാര്യലാഭത്തിന് വേണ്ടിയിട്ടും സ്വന്തം കാര്യത്തിന് വേണ്ടിയിട്ടും രാഷ്ട്രീയം തുടങ്ങി. ഇത് വിട്ടുനിന്ന് കാണുകയല്ലാതെ ഇതിൽ തിരുത്താൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് പഴയ രാഷ്ട്രീയക്കാർ, ഇടതുപക്ഷ രാഷ്ട്രീയക്കാർ പലരും വേദനയോട് കൂടിയിട്ട് പിന്മാറേണ്ട ഒരവസ്ഥയിലേക്ക് വന്നു. അങ്ങനെ ഒരവസ്ഥയിൽ വന്ന ആളാണ് സുധാകരൻ സാറ് എന്നാണ് എനിക്ക് മനസ്സിലാവുന്നത്. ഇടുക്കിയിൽ ഒരാൾ പോയി, നമ്മളെ ആയിഷ പോറ്റി അവിടുന്ന് പോയി, അതേമാതിരി കണ്ണൂരിൽ പ്രശ്നങ്ങളായിട്ട് അവിടുന്ന് ആൾക്കാർ മാറി. ഏറ്റവും കൂടുതൽ ഇടതുപക്ഷത്തിന് സപ്പോർട്ട് ചെയ്തിരുന്ന 2 സ്ഥലങ്ങളാണ് ആലപ്പുഴയും കണ്ണൂരും. ഈ 2 സ്ഥലങ്ങളിലും ഇടതുപക്ഷത്തിൽ നിന്ന് കൂട്ടത്തോടെ ആളുകൾ മാറിപ്പോകുന്നു. മറ്റുള്ള പാർട്ടികളിലേക്കും സ്വതന്ത്രരായിട്ട് മാറിപ്പോകുന്ന സമയത്ത് ഇനിയെങ്കിലും ഇടതുപക്ഷം ഒന്ന് അനലൈസ് ചെയ്യുന്നത് നല്ലതാണ്. എന്തുകൊണ്ട് ഇടതുപക്ഷ രാഷ്ട്രീയത്തിൽ നിന്നും ആളുകൾ പോകുന്നതിൽ ഭൂരിപക്ഷവും പ്രായമായ ആൾക്കാരാണ്. ഈ പാർട്ടിയിൽ 50-60 കൊല്ലം വർക്ക് ചെയ്ത ആൾക്കാർ എന്തുകൊണ്ട് ഇപ്പം പാർട്ടി വിട്ട് മറ്റുള്ള പാർട്ടികളിലേക്കും സ്വതന്ത്രമായിട്ട് മുന്നോട്ട് പോകുന്നു എന്നുള്ളത് പാർട്ടി നേതാക്കൾ അത് മനസ്സിലാക്കണം. എങ്ങനെയാണ്, എന്തുകൊണ്ടാണ് എന്നുള്ളത് അവർ നിഷ്പക്ഷമായിട്ട് ചിന്തിച്ച് അനലൈസ് ചെയ്ത് അതിലൊരു മാറ്റം വരുത്തണം. എങ്കിൽ മാത്രമേ ഇനി കേരളത്തിൽ ഇടതുപക്ഷത്തിന് പിടിച്ചു നിൽക്കാൻ പറ്റുള്ളൂ, നിലനിൽപ്പുള്ളൂ. അല്ല വിചാരിച്ചാൽ ബംഗാളിൽ സംഭവിച്ച മാതിരി തന്നെ കേരളത്തിൽ ഇടതുപക്ഷം എന്നുള്ളതൊരു ഓർമ്മയായിട്ട് മാറാൻ പോവുകയാണ്. ഇങ്ങനത്തെ ഒരവസ്ഥയിൽ പോവുകയാണെന്ന് വിചാരിച്ചാൽ അതിനൊരു സാഹചര്യം ഉണ്ടാക്കാതിരിക്കുകയാണ് ഇപ്പോഴത്തെ നേതാക്കന്മാർ ചെയ്യേണ്ടത്. അതിന് ഇപ്പോൾ അതിലുള്ള ചെറുപ്പക്കാരായ ആൾക്കാരും എന്ത് തെറ്റാണ് ഇതിൽ സംഭവിക്കുന്നത് എന്നുള്ളത് അനലൈസ് ചെയ്തിട്ട് മാറ്റങ്ങൾ വരുത്തിയിട്ട് നമുക്ക് ഇടതുപക്ഷത്തിനെ നിലനിർത്തി കൊണ്ടുപോകാനാണ് നോക്കേണ്ടത്. എങ്ങനെ വന്നാലും 2-3 സ്ട്രോങ് ആയിട്ടുള്ള പാർട്ടികൾ അതാത് സംസ്ഥാനങ്ങളിൽ ഉണ്ടാകുമ്പോഴാണ് നല്ല ഭരണവും നല്ല ഉയർച്ചയും ജനങ്ങൾക്ക് എല്ലാ സുവിധ സൗകര്യങ്ങളും കിട്ടുക. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എല്ലാവരും കൂടിയിട്ട് ഇടതുപക്ഷത്തിലുള്ള എല്ലാ ചെറുപ്പക്കാരും ഇപ്പോഴുള്ള ആൾക്കാരും എന്ത് മൂലസ്ഥിതിയാണ് ഇതിൽ സംഭവിച്ചത് എന്ന് നോക്കിയിട്ട് മാറ്റങ്ങൾ വരുത്തണം എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം.